إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവെ ഏറെ സൂക്ഷിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്ത് തഖ്വ ഉള്ളവരായി ജീവിക്കാൻ ഏറെ അധ്വാനിക്കണം എന്ന് ആദ്യം സ്വന്തത്തെയും പിന്നെ നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മയൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കെടുതികളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും സർവ്വജനങ്ങളെയും നമ്മുടെ നാടുകളെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണത്തിന് വേണ്ടി എത്രത്തോളം ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ദീനിനെ നാം കണ്ടും അനുഭവിച്ചും അറിയുന്ന യാഥാർത്ഥ്യങ്ങൾ. എപ്പോഴാണ് മരണം സംഭവിക്കുക, എവിടെ വെച്ചായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊന്നും ആർക്കും അറിയില്ല. ഏറ്റവും സങ്കടകരമായ കാര്യം, ഒരു വസിയ്യത്ത് പറഞ്ഞു വെക്കാനാവാതെ, കൊടുക്കാനുള്ള ഒരു കടം അത് കൊടുത്ത് വീട്ടാൻ സാധിക്കാതെ മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. നമ്മെപ്പോലെയൊക്കെ അല്ലെങ്കിൽ നാം കിടന്നുറങ്ങിയതുപോലെ പുതപ്പിനടിയിൽ കിടന്നുറങ്ങിയവരാണ് മുണ്ടക്കയിലെയും ചോലമലയിലെയും ചൂരൽമലയിലെയും ആ പാപങ്ങളായ ആളുകൾ. ഒന്ന് ഞെട്ടി ഉണരും മുമ്പ് മല വന്നു മൂടിയവരൊക്കെ മരണക്കയത്തിലേക്ക് കണ്ടുപോയി. അല്ലാഹു തആല അവരിലെ മുഅ്മിനീങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകുമാറാവട്ടെ. വളരെ ദാരുണമാണ് ഈ സംഭവം.
എവിടെയും ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകളാണ്. തലയില്ലാത്ത ശരീരത്തിലെ താലി കണ്ടിട്ടാണ് സഹോദരിയാണെന്ന് സഹോദരന് മനസ്സിലാകുന്നത്. ഓർമ്മ വരുമ്പോൾ മാതാപിതാക്കളെ ചോദിക്കുന്ന കുട്ടിക്കറിയില്ല മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്. വലിയ സങ്കടകരമാണ്. ഇന്നും ജീവന്റെ തുടിപ്പുകൾ പല ഭാഗത്തും അനുഭവപ്പെടുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. 300-ലേറെ പേർ മരണത്തിന് കീഴടങ്ങി. അതിലേറെ പേർ വലിയ അപകടത്തിൽപ്പെട്ട് പരിക്ക് പറ്റി ആശുപത്രികളിലാണ്. ഇനിയും എത്ര പേർ മണ്ണിൽ ചളിയിൽ പൊതിഞ്ഞ് പാറക്കല്ലുകൾക്കും മലകൾക്കടിയിലുമായി കിടപ്പുണ്ട് എന്ന് ആർക്കും അറിയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അത് മുന്നറിയിപ്പുകളാണ് എന്നാണ്. തിരിച്ചറിവിന് വേണ്ടിയുള്ള മുന്നറിയിപ്പുകൾ. ആ വിധത്തിൽ അതിനെ കാണാനാണ് ഉൾക്കൊള്ളാനുമാണ് സത്യവിശ്വാസികൾക്ക് സാധിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജ്ദയിൽ അല്ലാഹു പറയുന്നുണ്ട്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ. നിങ്ങളെയൊക്കെ നാം ഇടയ്ക്കിടെ ഈ ഭൂമുഖത്ത് വെച്ച് ചെറിയ ലഘുവായ ശിക്ഷകൾ കൊണ്ട് പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അദാബുൽ അദ്നാ എന്നാ പറയുക. ലഘുവായ ശിക്ഷകൾ നാം ഇടയ്ക്കിടെ രുചിപ്പിച്ചു കൊണ്ടിരിക്കും. അത് ദൂനൽ അദാബിൽ അക്ബർ, മഹത്തായ ശിക്ഷക്ക് മുമ്പാണ്. എന്തിനു വേണ്ടിയ? ലഅല്ലഹും യർജിഊൻ. ആളുകൾ ധിക്കാരത്തിൽ നിന്ന് തിരിച്ചു വന്നെങ്കിലും അവർക്കൊരു മാറ്റമുണ്ടായെങ്കിലും. നമുക്കറിയാം ഏറ്റവും വലിയ ശിക്ഷ അത് പരലോകത്തെ ശിക്ഷയാണ്. അതാണ് അദാബുൽ അക്ബർ. ആ അദാബുൽ അക്ബർ അതിൽ ആളുകൾ ചെന്നുപെടാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ഭൂമുഖത്ത് വെച്ച് അദാബുൽ അദ്നാ ചെറിയ ശിക്ഷകളെ കൊണ്ട് ഇങ്ങനെ രുചിപ്പിച്ച് പരീക്ഷിച്ചു കൊണ്ടിരിക്കും. നമുക്കറിയാം എന്തൊക്കെയാ ഈ ചെറിയ ശിക്ഷകൾ എന്ന് പറയുന്നത്. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, ഉദ്യോഗരുടെ മരണം, നഷ്ടങ്ങൾ, പരീക്ഷണങ്ങൾ, പരാജയങ്ങൾ, ദാരുണമായ സംഭവങ്ങൾ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാകും. എന്നാൽ സമൂഹങ്ങളെ സംബന്ധിച്ച് ഭൂമി കുലുക്കം, വലിയ പേമാരി, കൊടുങ്കാറ്റ്, ഉരുളുപൊട്ടൽ, അതുപോലെ തന്നെ കലാപം, യുദ്ധം, ഇതൊക്കെ സമൂഹങ്ങളിലും സംഭവിക്കും. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഇതൊക്കെ ചെറിയ പരീക്ഷണങ്ങൾ മാത്രമാണ്. ഇതിനേക്കാൾ വലുതാണ്, അതിഭീകരമാണ് പരലോകത്തെ ശിക്ഷ, പരലോകത്തെ പരീക്ഷണം. അതിൽ ചെന്നുപെടാതിരിക്കാൻ വേണ്ടി ഈ വിധത്തിലുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോൾ തിരിച്ചറിവുണ്ടായി അതൊരു മുന്നറിയിപ്പാണ് എന്ന് കരുതി നന്മയിലേക്കും നല്ല വിശ്വാസത്തിലേക്കും വിചാരത്തിലേക്കും വിശുദ്ധമായ കർമ്മങ്ങളിലേക്കും മനുഷ്യൻ മാറേണ്ടതിന് വേണ്ടിയാണ് ഈ വിധത്തിലുള്ള പരീക്ഷണങ്ങൾ എന്ന അള്ളാഹു പറയുന്നു. എന്നാൽ ഭൗതികവാദികൾ, നിരീശ്വരവാദികൾ, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല, പരലോകത്തെ അവർക്ക് ഒട്ടുമേ പ്രതീക്ഷിക്കാനില്ല. ഞങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണെന്ന് അവരുടെ വാദം. ഇഷ്ടം പോലെ ഞങ്ങൾ ജീവിക്കും, ഒരു ദൈവവിദ്യയെയും വിധിവിലക്കുകളെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്ന അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് മീത് വിപത്ത് വരുത്താൻ ഉപരിലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്നവർ പറയുമ്പോൾ, അല്ല, ഭൂമിയിലേക്ക് ശിക്ഷകളും അദാബുകളും ഇറക്കാൻ തീരുമാനിച്ച അള്ളാഹു ഉണ്ട് എന്ന് നിരന്തരം അവരെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ്? ഈ നിരീശ്വരവാദികളും ഭൗതികവാദികളും അറിയണം അവർ ദുർബലരാണ് എന്ന്. അവരുടെ ബലഹീനത സ്വയം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയ ശിക്ഷകൾ. മറ്റൊരു ശക്തി അവർക്ക് മീതെ ഉണ്ട് എന്ന് അവരറിയണം. ഓരോ പരീക്ഷണവും, ഓരോ ദുരിതവും, ഓരോ ഉരുൾപൊട്ടലും അത് ഈ വിഭാഗത്തെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കുപരിയായി ഒരു ശക്തിയുണ്ട് എന്നാണ്. എല്ലാം നിങ്ങളുടെ കയ്യിലല്ല, അതെന്റെ കയ്യിലാണ്. ആ അള്ളാഹു ഒരു വിപത്ത്, ഒരു ശിക്ഷ നിങ്ങൾക്ക് നേരെ ഇറക്കുന്നുവെങ്കിൽ അതിനെ തടുക്കാൻ നിങ്ങളുടെ ഒരു സംവിധാനത്തിനോ ആസൂത്രണത്തിനോ സാധ്യമല്ല.
നിങ്ങളൊരു സംവിധാനത്തിനും ആസൂത്രണത്തിനും അള്ളാഹുവിന്റെ പരീക്ഷണത്തെ പ്രതിരോധിക്കാൻ സാധ്യത. പോട്ടെ, ദൈവവിശ്വാസികളാണെങ്കിൽ തന്നെയും പലരും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അള്ളാഹു അല്ലാത്തവരെ, ദേവീദേവന്മാരെ, പ്രവാചകന്മാരെ, ജിന്നുകളെ, ഔലിയാക്കന്മാരെ, മഹത്തുക്കളെ, മൺമറഞ്ഞു പോയ മഹാരഥന്മാരെ പ്രാർത്ഥിക്കട്ടെ. അവർ അള്ളാഹുവിന്റെ വിപത്ത് തടുക്കാൻ അവരോടുള്ള സഹായത്തെട്ടവും മതിയാകില്ല എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. ഭൗതികവാദികളുണ്ടല്ലോ, അവർക്ക് വലിയ വെപ്രാളായി. ഇതൊക്കെ കാണുമ്പോൾ വലിയ ഭയമാണ്. എന്തേ? അവർക്ക് പരലോകമില്ലല്ലോ. ഈ ജീവിതവും മരണവും സ്വർഗവും നരകവും ഒക്കെ അവർക്ക് ഇവിടെ തന്നെയാണ്. ഇവിടത്തെ ജീവിതത്തിൽ ചെറിയ ഒരു വെപ്രാളം ഉണ്ടാകുമ്പോൾ ആകെ ഭീതി കൊണ്ട് ഉത്കണ്ഠാകുലരായ ദൈവത്തെ വെല്ലുവിളിച്ച് നടക്കുന്ന ആളുകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, വാട്സപ്പിൽ ഒരു പെൺകുട്ടി, തട്ടമിട്ട ഒരു പെൺകുട്ടി, അവൾ പറയുന്നുണ്ട്, എനിക്ക് ദൈവവിശ്വാസമില്ല, ജീവിതം കുറച്ചേ ഉള്ളൂ, അത്രയും കാലം സുഖം അനുഭവിച്ച് സുഖിച്ച് സന്തോഷത്തിൽ ജീവിക്കണം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആളുകൾ, കലാലയത്തിൽ മക്കളെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കണം, ഈ കുട്ടി ആരോടൊക്കെയാ കൂട്ടുകൂടുന്നത് എന്ന്. ഏതൊരാശയത്തെയാണ്, ഏതൊരു ഐഡിയോളജിയാണ് ഈ പെൺകുട്ടി, എൻ്റെ മകൾ പിന്തുടരുന്നത് എന്ന് രക്ഷിതാക്കൾ ബോധ്യപ്പെടും. അവർ മനസ്സിലാക്കണം. അവർക്കിപ്പോ പേപ്പറാണ്. എന്നാൽ ഒരു സത്യവിശ്വാസി, അവനറിയാം ഏതൊരു പരീക്ഷണവും, ഏതൊരു പ്രതിസന്ധിയും, ഏതൊരു ദുരിതവും എന്തിനേറെ കാലിൽ മുള്ളു തറക്കുന്നതിന് പോലും പ്രതിഫലം നൽകപ്പെടുന്ന ഒരാഹ്റം എനിക്കുണ്ട് എന്ന വിചാരമാണ്, ചിന്തയാണ് അവനെ ജീവിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അള്ളാഹുവിന്റെ ഭൂമി എത്ര പ്രവിശാലമാണ്. അള്ളാഹുവിനെ കുറിച്ച് ആരെന്താ മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ പ്രവിശാലമായി പ്രപഞ്ചത്തിലെ ഒരു ബിന്ദുവിൽ, ഒരു പോയിന്റിൽ, മുണ്ടക്കൈയിൽ അല്ലെങ്കിൽ ചൂരൽ മലയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോ ദൈവത്തെ ചീത്ത പറയുന്നവർ, ദൈവം ഉറങ്ങിപ്പോയോ എന്ന് ചോദിക്കുന്നവർ, സൃഷ്ടാവിനെതിരെ മറനോക്കുന്ന ജനവിഭാഗം റബ്ബിനെ കുറിച്ച് അവർ എന്ത് മനസ്സിലാക്കി? അള്ളാഹു പറയുന്നുണ്ട്, നബിയെ, ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി എന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തപ്പോൾ നമ്മളത് ഓതിയിട്ട് അവസാന ഭാഗത്ത് പറയണം, നബിയെ, ലൗ കാനൽ ബഹ്റു സമുദ്രമായാൽ മിദാദൻ ലികലിമാതി റബ്ബി, എന്റെ നാഥന്റെ വചനങ്ങൾ എഴുതാനുള്ള മഷിയായാൽ. സമുദ്രം നിലവിലുള്ള സമുദ്രം മാത്രമല്ല, അതുപോലെയുള്ള 7 സമുദ്രങ്ങൾ കൂടി, ഭൂമുഖത്തെ എല്ലാ വൃക്ഷങ്ങളും മരങ്ങളും പേനകളായി തീരുകയും ചെയ്താൽ ലനഫിദൽ ബഹ്റു ഖബല അൻ തൻഫദ കലിമാതു റബ്ബി, എന്റെ റബ്ബിന്റെ വചനങ്ങൾ എഴുതി തീരും മുമ്പ് ഈ സമുദ്രം അത്രയും വറ്റിപ്പോകും. എന്താ ഈ വചനം എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ, അള്ളാഹുവിന്റെ ശക്തി മഹാത്മ്യം, അള്ളാഹുവിന്റെ യുക്തി, ആ യുക്തി രഹസ്യങ്ങൾ, ഇതൊക്കെ ആർക്കാ അറിയുന്നത്? അല്ലേ? ഈ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഇതുപോലെയുള്ള സമുദ്രം വേറെ കൊണ്ടുവന്നാലും അള്ളാഹുവെ കുറിച്ച് എഴുതി തീരും മുമ്പ് അതൊക്കെ വറ്റിപ്പോകുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഈ സമൂഹത്തെ അറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക. പക്ഷെ നമ്മൾ ഭയപ്പെടണം, ഫിത്നയെ നമ്മൾ ഭയപ്പെടണം. ഏത് വിധത്തിലുള്ള ദുരന്തത്തെയും അതൊരു പരീക്ഷണം എന്ന നിലക്ക് നമ്മൾ ഭയപ്പെടണം. വത്തഖൂ ഫിത്ന, അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഫിത്നയെ ഭയപ്പെടണം. ലാ തുസീബല്ലദീന വലമൂ മിൻകും ഖാസ്സ, നിങ്ങൾ വിചാരിക്കേണ്ട ഈ ദുരന്തം അല്ലെങ്കിൽ ഒരു കെടുതി നിങ്ങൾക്കിടയിലെ അക്രമികളെ മാത്രമാണ് അത് ബാധിക്കുക എന്ന് നിങ്ങൾ കരുതിപ്പോകരുത്, എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു ദുരന്തമുണ്ടാകുമ്പോ
അവിടെ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് അള്ളാഹ് നോക്കില്ല. ഇതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പോലെ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് വായു, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് വെള്ളം, വിഭവങ്ങൾ. ഇത് നൽകുമ്പോൾ അള്ളാഹു വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് നോക്കില്ലേ. അതേപോലെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിൽ പെടുന്നവൻ അവർക്ക് സത്യവിശ്വാസിയാണോ അല്ല നിഷേധിയാണോ എന്ന് അള്ളാഹ് നോക്കില്ല. സത്യവിശ്വാസികൾ ഇവിടെ എന്താ പഠിക്കേണ്ടത്? ഒരു വിശ്വാസി ഒരു ദുരന്തത്തിൽ അകപ്പെടുന്നുവെങ്കിൽ അതിലൂടെ അള്ളാഹു അവന്റെ ഒരുപാട് പ്രതിഫലം, വലിയ ദറജ സ്വർഗത്തിൽ ഉയർത്തി കൊടുക്കുകയാണ്. പ്രയാസങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ അതിലൂടെ അള്ളാഹു വിശ്വാസിക്ക് നന്മയെ വരുത്തുന്നുള്ളൂ. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു പരീക്ഷണവുമായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ നിർഭയരായി താമസിക്കാൻ കഴിയുന്നു എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അഫ അമിന അഹ്ലുൽ ഖുറ അയതിയഹും ബഅ്സുനാ ബയാതൻ വഹും നായിമുൻ. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, എങ്ങനെ നിങ്ങൾക്ക് രാത്രിയിൽ നിർഭയരായി കിടന്നുറങ്ങാൻ കഴിയുന്നു? എന്ത് ചോദ്യമാണത്? ആ നാട്ടുകാർ ചിന്തിക്കുന്നില്ലേ? ചോലമലയിലെ, കവളപ്പാറയിലെ, മുത്തുമലയിലെ, അതുപോലെ തന്നെ മുണ്ടക്കയിലെ വേങ്ങാട്ട ജനങ്ങൾ, വിലങ്ങാട്ട ജനങ്ങൾ ആലോചിക്കുന്നുണ്ടോ? രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്റെ പരീക്ഷണം അവർക്കെത്തില്ല എന്ന് കരുതി നിർഭയരായി ഉറങ്ങാൻ സാധിക്കുമോ എന്നുള്ള ചോദിക്കുക. എന്ത് ധൈര്യത്തിലാണ് നമ്മളൊക്കെ കിടന്നുറങ്ങുന്നത്? കൊട്ടാര സമാനമായ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിൽ കിടന്നുറങ്ങുന്നവരാണ് നമ്മൾ. ഏതൊക്കെ പിന്നെന്ത് ഉറപ്പാണുള്ളത്? സേഫ് സോണിലാണ് നാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ കിടന്നുറങ്ങുമ്പോൾ ചൊല്ലേണ്ടുന്ന എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിക്കിടക്കണമെന്ന് പറയുന്നത്. അത് മരണത്തിലേക്ക് പോക്ക്. എഴുന്നേൽക്കുമ്പോഴും നാം പറയുന്നത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ റബ്ബേ നിനക്ക് സ്തുതി എന്നാണ്. ഭയപ്പെടണം നമ്മൾ. പക്ഷെ നമുക്ക് ഭയമുണ്ടോ എന്നതാണ്, പേടിയുണ്ടോ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ? നമ്മുടെ കളിക്ക്, തമാശക്ക്, വിനോദത്തിന്, പൊങ്ങച്ചത്തിന്, ആർഭാടത്തിന്, വിവാഹ ദൂർത്തിന്, കരിമരുന്ന് പ്രയോഗത്തിന് വല്ല അതിരുണ്ടോ? ഇല്ല. നമ്മൾ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്നും മൊത്തമേ നമ്മെ സ്വാധീനിക്കുന്നില്ല. എന്ത് ഉരുൾപൊട്ടൽ, എന്ത് മഴ, എന്ത് കാറ്റ്, അപ്പോഴും അവൻ വിനോദത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഇദാ റഅ നാശിഅൻ ഫീ ഉഫുഖിസ് സമാ, നിങ്ങൾ നോക്കൂ, ആകാശത്തിൽ എവിടെയെങ്കിലും ഒരു കാർമേഘം, ഒരു മഴക്കാർ റസൂൽ കണ്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എല്ലാ പ്രവൃത്തികളും അവിടെ നിർത്തിവെക്കും. നമസ്കാരമാണെങ്കിൽ പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലാണെങ്കിൽ പോലും സുമ്മ യഖൂൽ, പിന്നെ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിഹാ, റബ്ബേ അതിന്റെ ശർറിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. എന്തിന്റെ? ഈ മഴക്കാറിന്റെ. ഒരു മഴക്കാറ് കാണുമ്പോൾ അത് കണ്ടാൽ തന്നെ മാനമൊന്ന് മങ്ങിയാൽ പ്രവാചകന്റെ നിറം മാറുന്നു. ഹദീസിൽ കാണാം. പിന്നീട് വീട്ടിന്റെ അകത്തേക്ക് കയറും, പുറത്തേക്ക് ഇറങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. എന്തോ വെപ്രാളം, എന്തോ ഭീതി. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിക്കാൻ, എന്തിന് നബിയെ ഈ വെപ്രാളം? എന്തിനു വേണ്ടിയാ ഉൾക്കണ്ട? മഴയല്ലേ? ആയിഷ, നിനക്കെന്തറിയാം? അന്ന് ആദ്യ സമൂഹം അവർ മഴക്കാറ് കണ്ടപ്പോ അവർ പറഞ്ഞത് ഇത് നമുക്ക് മഴ തരാൻ വരുന്ന ഒരു കാർമേഘം മാത്രമാണെന്ന്. പക്ഷേ അത് കാറ്റും പേമാരിയുമായി പെയ്തിറങ്ങിയപ്പോ ലോകത്തെ ശക്തികളായ അതുപോലെ ഒരു സമൂഹത്തെ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടില്ല എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ഒരു സമൂഹം വലിയ വൃക്ഷങ്ങൾ കടപുഴകി വീഴും പോലെ തകർന്ന് തരിപ്പണമായി പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഴയെ നമുക്ക് അങ്ങനെ തള്ളാൻ പറ്റുമോ? മഴ പെയ്ത് ഡ്രോപ്പുകൾ, വെള്ളത്തുള്ളികൾ പേമാരിയായിട്ടാണ്
നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത് എന്ന് ഖുർആൻ പറയുന്നില്ലേ? അപ്പൊ കാറ്റ്, മഴ, ഉരുൾപൊട്ടൽ ഇതൊക്കെ കാണുമ്പോൾ വലിയ ഭീതി നമുക്കുണ്ടാകണം. ആ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവോട് കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിലേക്ക് മടങ്ങാൻ നാം തയ്യാറാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിലേക്ക് നമ്മൾ നീങ്ങണം. വിശുദ്ധ ഖുർആൻ, അതിലേക്ക് നമ്മൾ മടങ്ങണം. എപ്പോഴും നമ്മൾ അറിയേണ്ടത് എന്നാണ്. പരീക്ഷണം അതെത്രത്തോളം തീവ്രമാണോ അത്രത്തോളം പ്രതിഫലം മഹത്തായിരിക്കും എന്ന പ്രവാചക തിരുമേനിയുടെ വാക്കുകളാണ്. അല്ലേ? രൂക്ഷമായ, തീവ്രമായ, കഠിനമായ പരീക്ഷണത്തിനാണ് വലിയ പ്രതിഫലം. ഇതറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് വേണ്ടിയും ഇപ്പോൾ ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, സർവ്വ മനുഷ്യർക്ക് വേണ്ടി, ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി. എന്തുകൊണ്ട്? നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥന മാത്രമേ ഖദറിനെയും ഖലാഇനെയും മാറ്റാൻ പര്യാപ്തമായിട്ടുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി. ഇതുപോലെയുള്ള വിപത്തുകൾ നിന്ന് രക്ഷപ്പെടാൻ പരീക്ഷണങ്ങൾ ഉണ്ടാകും. തുടക്കത്തിൽ ഓതി വെച്ചത് സൂറത്തു അൽ ബഖറയിലെ 155-ാമത്തെ ആയത്താണ്. നിങ്ങൾ എല്ലാവരും അത് വായിക്കണം, പഠിക്കണം. വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വൽജൂ, വിശപ്പ് കൊണ്ട്. വനഖസിൻ മിനൽ അംവാൽ, ധനനഷ്ടം കൊണ്ട്. വൽ അൻഫുസ്, ജീവനാശം കൊണ്ട്. വസ്സമറാത്ത്, വിളനാശം കൊണ്ടൊക്കെ പരീക്ഷണമുണ്ടാകും. വബശ്ശിരി സ്വാബിരീൻ, ഇതറിഞ്ഞ സത്യവിശ്വാസികൾ നബിയെ ക്ഷമാശാലികളായ ആളുകളെ സന്തോഷ വാർത്ത അറിയിക്കും. ഇതുണ്ടാകും. പക്ഷെ ക്ഷമ നിർബന്ധമാണ്. ക്ഷമിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ കഴിയും. അവരാരാ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്കൊരു ദുരിതം വന്നാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ അവർ പറയും, ഞങ്ങൾ അല്ലാഹുവിൻ്റെതാണല്ലോ. ഉരുൾപൊട്ടലില്ലെങ്കിലും, പേമാരിയില്ലെങ്കിലും, കൊടുങ്കാറ്റില്ലെങ്കിലും, ഭൂകമ്പമില്ലെങ്കിലും റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവർ തന്നെയല്ലേ നാം. മരണം സുനിശ്ചിതമാണല്ലോ, അതിനെ തടയാൻ ആർക്കും കഴിയില്ലല്ലോ. അവരിലേക്ക് പോകേണ്ടവരാണ് നാം എന്നവർ പറയും. ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം, അവർക്കാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം, റബ്ബിൽ നിന്നുള്ള അനുഗ്രഹം അവർക്ക്. വറഹ്മ, അവരാണ് അല്ലാഹുവിന്റെ തണലിൽ ജീവിക്കുന്ന ആളുകൾ. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ച വിഭാഗം. ആ കൂട്ടത്തിൽപ്പെടാൻ നമ്മൾ പ്രയത്നിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഭക്തിയുള്ളവരായി, തഖ്വ ഉള്ളവരായി, അല്ലാഹുവിലേക്ക് മടങ്ങുന്ന മനസ്സുള്ളവരായി, നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് പരമാവധി പരോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ മുഴുകി പാവപ്പെട്ടവരെ, ദുരിതരെ, ദുരന്തബാധിതരെ സഹായിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. സുപ്രധാനമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, വയനാട്ടിലെ ദുരന്തത്തിൽ കുടുംബങ്ങളെ, വീടുകളെ നഷ്ടപ്പെട്ട ജനവിഭാഗത്തെ ചേർത്ത് പിടിക്കാനും അവർക്ക് തണലേകാനും അവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനും നാം ഒക്കെ മുന്നോട്ട് വരണം എന്നതാണ്. ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ചെയ്യാനുള്ളത് അവരെ സഹായിക്കുക എന്നതാണ്. സാമ്പത്തികമായ സഹായം, ഒരുപാട് സഹായങ്ങൾ ഒഴുകുന്നുണ്ട്. എന്നാലും ഈ സന്ദർഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജനവിഭാഗത്തെ, ഒരു കുടുംബത്തിൽ ഒരംഗം രക്ഷപ്പെട്ട് കാണും, വീടില്ല, ആരുമില്ല, ചികിത്സയും പുനരധിവാസവും തുടർന്നുള്ള ജീവിതവും ഒക്കെ വലിയ ഒരു ചോദ്യചിഹ്നമാണ്.
അവരെ സഹായിക്കാൻ വേണ്ടി എല്ലാ സന്നദ്ധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. നാമും അതിൽ പങ്കാളികളാവുക. നാം കൊടുക്കുന്ന ഓരോ തൊട്ടയും നാണയത്തൊട്ടും അത് സുരക്ഷിതമായി ദുരിതബാധിതരുടെ കയ്യിലെത്തുന്നു എന്ന് ഉറപ്പ് വരുത്താനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട്. കേരള നിതബത്തുൽ മുജാഹിദീൻ സംസ്ഥാന കമ്മിറ്റി വയനാട് പുനരധിവാസ പദ്ധതി എന്ന പേരിൽ ഒരു റിലീഫ് സെല്ലിന് രൂപം നൽകിയിട്ടുണ്ട്. എല്ലാ പള്ളികളിൽ നിന്നും സഹായം, സംഭാവന, സക്കാത്ത്, സ്വതക്ക സ്വീകരിച്ച് കമ്മിറ്റിക്ക് നേരിട്ടെത്തിച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ നമ്മുടെ ബാധ്യത എന്ന നിലക്ക്, ഉത്തരവാദിത്വം എന്ന നിലക്ക് നമ്മുടെ ധർമ്മത്തിൽ നിന്ന്, സക്കാത്തിൽ നിന്ന് ഒരു വിഹിതം, നല്ല ഒരു വിഹിതം നമുക്കിപ്പോൾ ഒന്നും സംഭവിച്ചിട്ടുള്ള അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാം ഇന്ന് സുഖമായി ഉറങ്ങും, നമ്മുടെ മക്കൾ നമ്മോടൊപ്പമുണ്ട്, കുടുംബം നമ്മോടൊപ്പമുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും സഹായിക്കണം എന്നുള്ള കലക്ഷൻ അതിന് വേണ്ടിയാണ്. എല്ലാവരും അതിൽ ആവുന്ന സംഖ്യ നിക്ഷേപിക്കുക. അല്ലാഹു വലിയ ഒരുപാട് ബർക്കത്ത് നമ്മുടെ സമ്പത്തിലും ജീവിതത്തിൽ നൽകുമാറാവട്ടെ. ഫലസ്തീനിന്റെ കാര്യം കൂട്ടത്തിൽ മറന്നു പോകരുത്. നേതാക്കളെ നിരന്തരം ബന്ധിച്ച് ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാമെന്ന് വിട്ടിത്തം ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിന്റെ ഒരു ഭാഷയും അവർക്കറിയില്ല, നല്ലൊരു പെരുമാറ്റമില്ല. ഖത്തർ പ്രധാനമന്ത്രി ചോദിച്ചതുപോലെ ഇതെന്തൊരു നാടാണ്. ഒരു സമാധാന മധ്യസ്ഥ ശ്രമം നടക്കുമ്പോഴാണ് ഒരു കക്ഷി മറ്റൊരു കക്ഷിയെ കൊല്ലുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗസയുടെ രോദനം അടുത്തെങ്ങും അവസാനിക്കുന്ന മട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കുക ആ മക്കൾക്ക് വേണ്ടി. നമ്മുടെ പ്രാർത്ഥന മാത്രമേ അവർക്കുള്ളൂ. അല്ലാഹുവേ, നീ ആ മക്കളെ നീ സംരക്ഷിക്കണമേ റഹ്മാൻ. കൊന്നു തീർത്താൽ തീരുന്നതല്ല ചെറുത്തുനിൽപ്പ്, ആവേശം എന്നത് ലോകത്തിനറിയാം. അതുകൊണ്ട് നിന്റെ സഹായം അവർക്കുണ്ടാകണമേ റഹ്മാനെ. കൂട്ടത്തിൽ പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരൻ തിരുവനന്തപുരത്ത് രണ്ടാമത്തെ ഒരു മേജർ സർജറിക്ക് വിധേയമാവുകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരന്റെ സർജറി നീ വിജയപ്രദമാക്കണമേ അല്ലാഹ്. ആഫിയത്ത് നീ നൽകണമേ അല്ലാഹ്. പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചവർ, ക്യാൻസർ ബാധിതർ, കിഡ്നി പോയവർ, സ്ട്രോക്ക് വന്നവർ, ദുരന്തങ്ങളിൽപ്പെട്ടവർ, അപകടത്തിൽപ്പെട്ടവർ, അല്ലാഹ് എല്ലാവർക്കും നീ ശിഫ നൽകണമേ അല്ലാഹ്. ആഫിയത്ത് നൽകണമേ അല്ലാഹ്. സന്തോഷകരമായ ജീവിതം നൽകണമേ അല്ലാഹ്. എല്ലാ വിപത്തിൽ നിന്നും നീ ഞങ്ങളെ സർവ്വജനങ്ങളെയും കാത്തു രക്ഷിക്കണമേ അല്ലാഹ്. കൂട്ടത്തിൽ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉറ്റവർ, നമ്മളുടെ ഉടയവർ, നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ, നമുക്ക് നേതൃത്വം നൽകിയവർ, അവരൊന്നും ഇന്ന് നമ്മോടൊപ്പമില്ല. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണമേ റഹ്മാൻ. അവരുടെ ആഹാരം നീ വെളിച്ചമാക്കി കൊടുക്കണമേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين. اللهم اجرنا من النار. اللهم احفظنا يا الله من جميع البلايا والاعداء والامراض. اللهم انصر المسلمين في كل مكان، وانصر المسلمين المستضعفين في فلسطين. اللهم انصرهم يا ارحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم.